കൊച്ചി കളമശ്ശേരിയിലെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച് മോഷ്ടാവ്. മോഷ്ടിച്ച ഫോണിൽ നിന്ന് ബന്ധുക്കൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും പരാതിയുണ്ട്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ഇതെന്താണ്? ആദ്യം മോഷണം, പിന്നീട് അശ്ലീല സന്ദേശം അയക്കൽ. ഇത് എന്ത് തരം അസുഖമാണ്? ഈ പ്രതി ആരാണ്? പ്രതിയെക്കുറിച്ച് വല്ല വിശദാംശങ്ങളും ലഭിച്ചിട്ടുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? ശ്രീനിധ, നിലവിൽ ഈ പ്രതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ഏതായാലും പ്രതി ഒരു സൈക്കോ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്ന് രാവിലെ 8:30 കൂടിയിട്ടാണ് കളമശ്ശേരി സുന്ദരഗിരിയിലുള്ള ഈ വീട്ടിലേക്ക് ഈ കള്ളൻ എത്തുന്നത്. പല പ്രാവശ്യം ആ വീടിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് അയാൾ ശ്രമിക്കുന്നത് CCTVയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏറ്റവും അവസാനം ആ വാതിൽ തുറന്ന് അകത്ത് കയറുകയും ആ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയുമായിരുന്നു. ആ ഫോൺ മോഷണം കൊണ്ട് അവസാനിച്ചിട്ടില്ല. ആ ഫോണിൽ സേവ് ചെയ്തിരുന്ന നമ്പറുകളിലുള്ള വാട്സാപ്പിലേക്കൊക്കെ അശ്ലീല സന്ദേശങ്ങളും ഫോട്ടോകളും തുടർച്ചയായിട്ട് അയക്കുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. ഇതോടെയാണ് വീട്ടുകാർക്ക് മറ്റു ഫോണുകളിൽ നിന്നും കോളുകൾ വന്നത്. ഇതോടെ ഈ സംഭവത്തിൽ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. നിലവിൽ കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTVയിൽ ഉൾപ്പെടെ പ്രതിയുടെ മുഖം ഉൾപ്പെടെ വ്യക്തമായി തെളിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണത്തിലാണ് പ്രതിക്ക് വേണ്ടി. ശരി, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്യാം പറഞ്ഞതുപോലെ സൈക്കോ പ്രത്യേകതരം മാനസികാവസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഫോണിന്റെ ഉടമയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. പരിചയമുള്ള ആളുകൾക്കൊക്കെ അശ്ലീല മെസ്സേജുകൾ അയക്കുക. ആരെങ്കിലും വിശ്വസിക്കുമോ? അത് മെസ്സേജ് അയക്കുന്ന സ്ഥിതിക്ക് ഫോൺ ഓൺ ആണല്ലോ. പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് പ്രതിയെ പിടികൂടും എന്നാണ് അറിയാൻ കഴിയുന്നത്.